ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ യഖ്നി പുലാവാണ്. ഇതൊരു കശ്മീരി ഡിഷാണ്. പിന്നെ പുലാവ് ആയതുകൊണ്ട് തന്നെ വളരെ മൈൽഡ് ഫ്ലേവറുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 3 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 450 ഗ്രാം വരും. അപ്പോൾ ഞാൻ ബാസ്മതി റൈസ് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ 3 മണിക്കൂർ വെക്കണം നിർബന്ധമില്ല, ഒരു 2 മണിക്കൂർ വെച്ചാലും മതിയാവും. ഇനി നമുക്ക് യഖ്നിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഈ കാണിക്കുന്ന സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിനെയാണ് യഖ്നി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ ബാസ്മതി റൈസ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തൊക്കെ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ബേ ലീഫ്, 1 തക്കോലം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 6 ചെറിയ ഏലക്ക, പിന്നെ ഒരു 1/2 ഇഞ്ച് പട്ട, 4 ഗ്രാമ്പു, പിന്നെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി, 3 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുലാവിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 പച്ചമുളക്, ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, പിന്നെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ തൈര്, ഇത് പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്, പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവിൻ്റെ സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 4 ഗ്രാമ്പു, 5 ചെറിയ ഏലക്ക, 1/2 ഇഞ്ച് പട്ട, ഒരു ബേ ലീഫ്, പിന്നെ ഒരു തക്കോലം, പിന്നെ കുറച്ച് ജാതിപത്രി. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് കാഷ്യൂവും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാനുള്ളതാണ്. പിന്നെ പുലാവിന് ആവശ്യത്തിനുള്ള ഉപ്പ്, നെയ്യ്, വെള്ളം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 5.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 3 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3 കപ്പ് ബാസ്മതി അരി വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 5 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ചിക്കൻ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 20 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശം ഒരു 5 ഗ്ലാസ് യഖ്നി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്കിനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ യഖ്നിക്ക് പറഞ്ഞ സ്പൈസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റൈസ് അളക്കുന്ന അതേ കപ്പിൽ തന്നെ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിനി ഇത് അടച്ച് വെച്ച് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് യഖ്നി അരിച്ചെടുക്കാം. ഇതിൽ നമുക്കിനി ചിക്കൻ പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു 5 കപ്പ് യഖ്നി കിട്ടിയിട്ടുണ്ട്. എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കിനി മുന്തിരിയും കാഷ്യൂനട്ടൊക്കെ വറുത്തെടുക്കാം.
നമുക്കിനി സവാള വറുത്ത് കോരാം. അപ്പോൾ ഞാനൊരു ചെറിയ മീഡിയം സൈസ്ഡ് സവാളയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കത് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പുലാവിന് പറഞ്ഞ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗരം മസാല ഒഴിച്ച് ബാക്കി എല്ലാ സ്പൈസും ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് 5 ഗ്ലാസ് യഖ്നി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതിൽ പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പുതിനയില ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി ബാസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക ആവശ്യത്തിന്. അപ്പം ഉപ്പ് നോക്കുമ്പോഴത്തേക്കും ഉപ്പിൻ്റെ അളവ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മുന്നോട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങി. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിനി ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പുലാവ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഉടനെ തുറക്കുന്നില്ല. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുലാവ് റെഡിയാണ്. അപ്പോൾ ഞാൻ ഉടനെ അത് ഇളക്കി കൊടുക്കുന്നില്ല. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉടനെ ഇളക്കുകയാണെങ്കിൽ എളുപ്പം അരിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോക്കിയറിയാം അരിയൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പുലാവ് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ കാട്ടിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.